ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ സാരി പ്രീപ്ലീറ്റിംഗ് ചെയ്യുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഇതുപോലൊരു ക്ലിപ്പ്, കുറച്ച് സേഫ്റ്റി പിൻ, നല്ലൊരു അയൺ ബോക്സ്, ഇതൊക്കെയാണ് ആവശ്യം. അപ്പോൾ ഇത് സ്റ്റീം അയൺ ബോക്സാണ്. നമുക്ക് സാധാരണ അയൺ ബോക്സ് ആണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് മെഷർമെൻറ്റാണ് എടുക്കുന്നത്, ഷോൾഡർ മെഷർമെൻറ്റ്. അത് ജസ്റ്റ് ഇങ്ങനെ ഒരു റഫായിട്ട് സാരി ഫോൾഡ് ചെയ്തിട്ട് അത് നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണമെന്നുള്ളത് മെഷർ ചെയ്യുകയാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ റഫായിട്ടൊന്ന് സാരി മടക്കിയതിന് ശേഷം അത് നമ്മുടെ എത്രത്തോളം നമുക്ക് ലെങ്ത്ത് വേണമെന്നുള്ളത് നോക്കുക. ഓക്കെ, അതിനുശേഷം സെക്കൻഡ് മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇത് കണ്ട വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ഹിപ്പിന് ഷോൾഡറിൽ നന്നായിട്ട് അതൊരു പിൻ ചെയ്ത് ഫസ്റ്റ് മെഷർമെൻറ്റ് നമ്മൾ ഷോൾഡറിൽ നന്നായിട്ട് പിൻ ചെയ്ത് വെച്ചിരിക്കണം. അതിനുശേഷം അതിന് ഇടുപ്പിന് ചുറ്റും അങ്ങനെ ഒരു റൗണ്ട് വന്നതിന് ശേഷം റൈറ്റ് ലെഗിൻ്റെ തുടയിൽ സെൻട്രലായിട്ട് വേണം നമ്മൾ അടുത്തൊരു സെക്കൻഡ് മെഷർമെൻറ്റ്. അതിനുശേഷം ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. മൂന്നാമത്തെ മെഷർമെൻറ്റാണ് പിന്നെ എടുക്കുന്നത്. ഓക്കെ, ഇത് മൂന്നാമത്തെ മെഷർമെൻറ്റാണ്. അപ്പോൾ 3 മെഷർമെൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് സെക്കൻഡ് മെഷർമെൻറ്റും തേർഡ് മെഷർമെൻറ്റും വരുന്ന ഫാബ്രിക്സ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ സെൻറ്റർ പ്ലേറ്റ്സ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. സെൻറ്റർ പ്ലേറ്റ്സ് എടുക്കാനായിട്ട് ആദ്യത്തെ 2 പ്ലേറ്റ്സ് മാത്രം നമ്മളൊന്ന് കുറച്ച് വലുപ്പത്തിലെടുക്കുക. അതിന് ശേഷം വരുന്ന ഫാബ്രിക്സ് എല്ലാം കുറച്ചൊന്ന് ചെറുതാക്കി എടുക്കുമ്പോൾ നല്ല വൃത്തിക്ക് കാണാനും അത് നമുക്ക് കുറച്ച് പ്ലീറ്റ്സ് അധികം കിട്ടും ചെയ്യും. അതിനാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. അതിനുശേഷം പ്ലീറ്റ്സ് എല്ലാം നമ്മൾ വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്യുക. ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. കണ്ടില്ലേ, ഇതുപോലെ ഓരോന്നായിട്ട് ഞാൻ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് അതിനൊരു പിന്ന് കൊണ്ട് സെക്യൂർ ചെയ്യാം. അതിനുശേഷം ഷോൾഡർ പ്ലീറ്റ്സാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ആദ്യത്തെ പ്ലീറ്റ്സ് മാത്രം ഒന്ന് വലുതാക്കി എടുത്തതിന് ശേഷം ബാക്കിയുള്ള പ്ലീറ്റ്സ് എല്ലാം അതിനകത്തേക്ക് വരുന്ന രീതിയിൽ ചെറിയ പ്ലീറ്റ്സ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഫസ്റ്റ് പ്ലീറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഏറ്റവും അവസാനം വരുന്ന പ്ലീറ്റ്സ്. ഇതെല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഷോൾഡർ പ്ലീറ്റ്സും എടുത്തു. അത് നമുക്കൊന്ന് ഒരു ടേബിളിൽ വെച്ച് അറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ടേബിൾ തന്നെ വേണമെന്നില്ല, നമുക്ക് ഷോൾഡർ പ്ലീറ്റ്സ് എടുക്കാനുള്ള പല വഴികളും ഉണ്ട്. നമുക്കൊരു ജനലിൻ്റെ കമ്പിയിൽ ക്ലിപ്പിട്ട് ഹാങ് ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ ബെഡിൽ വെച്ചിട്ട് എടുക്കാം. പല മെത്തേഡിലും നമുക്ക് ഈ ഷോൾഡർ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ടേബിളിലാണ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ പ്ലീറ്റ്സ് ഒന്ന് സെക്കൻഡ് പ്ലീറ്റ്സിൻ്റെ അളവിലൊന്നും മടക്കി എന്നിട്ട് മറ്റു പ്ലീറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തെടുക്കുക. അതായത് നമ്മൾ ഫസ്റ്റ് മെഷർമെൻ്റ് ഒരു പിന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുവരെ നമ്മൾ
ഈ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിവിടെ 2 ക്ലിപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു ക്ലിപ്പ് വയ്ക്കുമ്പോൾ എൻ്റെ ടേബിളിൽ നിൽക്കുന്നില്ല. ഞാനിത് ആമസോണിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ 2 ക്ലിപ്പ് വെച്ച് ഞാനിത് ഫിക്സ് ചെയ്തിട്ടാണ് സാരി അറേഞ്ച് ചെയ്തതിന് ശേഷം ഓരോ പ്ലീറ്റ്സും വലിച്ചെടുത്ത് നല്ല അതെല്ലാം അതിനകത്ത് ചിലപ്പോൾ പ്ലീറ്റ്സ് എല്ലാം മറിഞ്ഞു കിടക്കുന്നുണ്ടാവും, നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഓരോ പ്ലീറ്റ്സും നമ്മളിതെടുത്ത് വൃത്തിക്ക് വെച്ച് വേണം പിൻ ചെയ്യാൻ. ഓക്കെ, നമ്മുടെ ഷോൾഡർ പിൻ ആ ഒരു പ്ലേസിലെത്തി കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയും കൂടെ വൃത്തിക്ക് എല്ലാ പ്ലീറ്റ്സും കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷം അവിടെയും ഒരു പിന്ന് കുത്തുക. എൻ്റെ ഫസ്റ്റ് ടൈമുള്ള ലോങ് വീഡിയോ ആണ്. എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റീം അയൺ ബോക്സ് യൂസ് ചെയ്യുമ്പോൾ അത് എന്താ പറയുക, സാരി അതിൻ്റെ സിൽക്കാണോ കോട്ടൺ ആണോ എന്നുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റീം അയൺ യൂസ് ചെയ്യാൻ. സ്റ്റീം അയൺ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എത്ര ഹെവി ആയിട്ടുള്ള സാരിയും ഇങ്ങനെ അയൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് എന്താ പറയുക, വെയ്റ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അതൊരു ഗുണമുണ്ട്. ഇനി അടുത്തത് ചെസ്റ്റ് പ്ലീറ്റാണ് കേട്ടോ. ചെസ്റ്റ് പ്ലീറ്റിന് നമുക്ക് ഉണ്ടല്ലേ ഇതുപോലെ ഒരു ക്ലിപ്പ് വെച്ചത് സെക്യൂർ ചെയ്തതിന് ശേഷം സെയിം ഓരോ പ്ലീറ്റ്സും വളരെ വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കുക. സെൽഫായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ട് എല്ലാ പ്ലീറ്റ്സും ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ. ഇപ്പോൾ ചെസ്റ്റ് പ്ലീറ്റ് എടുക്കുന്നതാണ് ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ഒരു കൈ ഉണ്ടല്ലോ അതിങ്ങനെ വെച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ഈ നമുക്ക് ബോഡി ഫുള്ളായിട്ട് കവർ ചെയ്ത് കിട്ടുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് മാറി കിട്ടും സെൽഫായിട്ട് നമുക്ക് ചെയ്യുമ്പോൾ. നമുക്കിതാണ് നമ്മുടെ ഒരു ചെസ്റ്റിൻ്റെ ഒരു കറക്റ്റ് അളവെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ വെച്ചിട്ടാണ് ഞാൻ ചെസ്റ്റ് പ്ലേറ്റിൻ്റെ ഒരു മെഷർമെൻ്റ് എടുക്കാറ് കേട്ടോ.
ചെസ്റ്റ് പ്ലേറ്റ് നമ്മൾ അയൺ ചെയ്തതിന് ശേഷം ഹിപ്പിന് ചുറ്റി വരുന്നൊരു ഭാഗമുണ്ടല്ലോ, അതും കൂടി ഒന്ന് നമ്മൾ അയൺ ചെയ്തെടുക്കണം. അപ്പോഴേ അതിങ്ങനെ ഇങ്ങനെ ബാക്കിലോട്ട് ചുറ്റി വന്ന് കിടക്കുമ്പോൾ അതൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് ആ ഒരു മെഷർമെൻ്റ് എടുത്തത് കാരണം ചെസ്റ്റ് കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് ഫുൾ കവറായി നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നന്നായിട്ടുണ്ടാവും കേട്ടോ. അതൊരു ട്രിക്കാണ്. അതിനുശേഷം നമുക്ക് സെൻറ്റർ പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്യാം. ആദ്യം താഴത്തെ ഭാഗമാണ് ഞാൻ അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. കണ്ടില്ലേ, അതിൻ്റെ മുകളിലെ ഭാഗം ഒരു ക്ലിപ്പ് വെച്ച് ടേബിളിൽ ഫിക്സ് ചെയ്തതിന് ശേഷം അടിഭാഗം വൃത്തിക്ക് അറേഞ്ച് ചെയ്യുക. അത് ഓരോന്ന് ഓട്ടോമാറ്റിക് വന്നോളും. അതിന് ശേഷം നമ്മൾ സെൻറ്റർ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യുന്നു, പിന്നെ മുകളിലത്തെ, അങ്ങനെ ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തെടുക്കുക. ഓക്കെ, പ്ലേറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അയൺ ചെയ്യാം. നല്ല രീതിയിൽ അയൺ ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന അയൺ ബോക്സ് ആണെങ്കിൽ നന്നായിട്ട് പ്രസ് ചെയ്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് സാരി കിട്ടും. ഇനി ബോക്സ് ഫോൾഡിംഗ് ആണ്. ബോക്സ് ഫോൾഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ എന്താ പറയുക, സാരി ഇങ്ങനെ തിരിച്ച്, അതായത് നല്ല ഭാഗം ടേബിളിനെ ഫേസ് ചെയ്തുകൊണ്ട് പ്ലേസ് ചെയ്ത് വെക്കുക. ഓക്കെ, അതായത് നല്ല ഭാഗം സാരിയുടെ നല്ല വശമുള്ള ടേബിളിനെ ഫേസ് ചെയ്തുകൊണ്ട് കണ്ടോ, ടേബിളിനെ ഫേസ് ചെയ്തുകൊണ്ട് വേണം നമ്മളത് പ്ലേസ് ചെയ്യാൻ. അതിനുശേഷം ടേബിളിൻ്റെ മുൻവശത്തേക്ക് ഇട്ടിരിക്കുന്ന ഫാബ്രിക്സ് ഫ്രണ്ടിലോട്ട് എടുത്ത് അതിനെ ഒരു രണ്ട് മൂന്ന് തവണ മടക്കുക. 2-3 തവണ മടക്കി ഒരു ബോക്സിൻ്റെ ഒരു രൂപത്തിൽ, ബോക്സിൻ്റെ ഒരു വലുപ്പത്തിൽ നോക്കണ്ട
മടക്കുക. ആദ്യത്തെ ഈ ഫോൾഡ് വരുന്നത് എന്താ, ഫസ്റ്റ് ഫോൾഡിൻ്റെ ഫ്രണ്ടിലോട്ട് പോവാതെ ശ്രദ്ധിക്കുക. അതായത് ഉള്ളിലോട്ട് തന്നെ മടക്കി ചെയ്യണം എന്നാ പറയാം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? പറയുന്നത് മനസ്സിലാവാത്ത എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാൻ അടുത്ത വീഡിയോയിൽ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായി കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് രീതിയിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ബോക്സ് ഫോൾഡിങ് കാണിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പല മെത്തേഡുകളുണ്ട് ബോക്സ് ഫോൾഡിങ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എടുത്ത് 2-3 പ്രാവശ്യം കണ്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, പ്രാക്ടീസ് ചെയ്യണം നമ്മളെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പെട്ടെന്ന് കണ്ടുകൊണ്ട് ആർക്കും ഇത് ചെയ്ത് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡുള്ളത് ആദ്യം ഒരു ഫോൾഡ് മടക്കി, അതിനുശേഷം റൈറ്റ് സൈഡുള്ളതൊരു 2 ഫോൾഡായിട്ട് മടക്കി, അതിനുശേഷം ചെസ്റ്റ് പ്ലേറ്റ് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നു. എന്ത് ഭംഗിയല്ലേ, നമ്മളിങ്ങനെ ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് വേഗം അപ്പോൾ ഉടുത്തൊരുങ്ങാൻ നിന്ന സമയം ഒരുപാട് എടുക്കും. നമ്മൾ ഫങ്ഷനൊക്കെ പോകാനിരിക്കുന്ന സമയമൊക്കെ വൈകും, സാരി ഉടുത്തത് വൃത്തിയാവില്ല, അങ്ങനെ എന്തെല്ലാം പ്രോബ്ലംസ് വരും. അപ്പോൾ ഇങ്ങനെ നേരത്തെ നമ്മളിത് പഠിച്ചത് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് വേഗം അത് സാരി ഡ്രൈപ്പ് ചെയ്ത് അധികം സമയം വൈകാതെ തന്നെ നമുക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.